ഞാൻ നിന്റെ അമ്മയെക്കുറിച്ച് അർച്ചനയോട് പറയുമായിരുന്നു. മാലതി എങ്ങനെയായിരുന്നോ അതേ സ്വഭാവ അർച്ചനയ്ക്കും. അർച്ചന ഈ വീട്ടിലെ മകളായി എത്തിയതിൽ പിന്നെ ഈ വീട് ഉണർന്നു. എന്റെ മാത്രമല്ല, എല്ലാവരുടെയും കാര്യങ്ങളിലും അർച്ചനയുടെ പ്രത്യേക ശ്രദ്ധയുണ്ട്. ഇങ്ങനൊരു പെങ്കൊച്ചിനെ നിന്റെ ഭാര്യയായി കിട്ടിയതിൽ നിനക്ക് അഭിമാനിക്കാൻ പോണേ. അതിനിവൾ എന്റെ ഭാര്യയല്ലല്ലോ. നീ എന്താ പറഞ്ഞത്? അല്ലച്ചാ, ഞാനത് നീ ഇപ്പൊ എന്താ പറഞ്ഞതെന്ന്? അർച്ചന നിന്റെ ഭാര്യ അല്ലെന്നോ? എന്റെ ഭാര്യ അല്ലേ എന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെയാ ഞാൻ പറഞ്ഞത്. ശരിയാച്ചാ, അങ്ങനെയാ ഞാൻ കേട്ടെ. സച്ചേട്ടൻ ചായ കുടിച്ചായിരുന്നോ? ഏയ് ഇല്ല. മുറിയിൽ ഞാൻ വെച്ചിരുന്നല്ലോ. വേഗം ചെന്ന് ചായ കുടിക്ക്, ഇല്ലെങ്കിൽ തണുത്തു പോവും. ഈ സച്ചേട്ടൻ്റെ ഒരു കാര്യം, വലിയ കമ്പനിയിലെ MD ഒക്കെയാ. പക്ഷെ ഒരു ചായ കുടിക്കുന്ന കാര്യം പോലും ഇപ്പൊ ഞാൻ ഓർമ്മിപ്പിക്കണമെന്നായി. കല്യാണത്തിന് മുമ്പും സച്ചേട്ടൻ ഇങ്ങനെ തന്നെ ആയിരുന്നു അച്ഛാ? എങ്ങനെ? അല്ല, എല്ലാ കാര്യത്തിലുള്ള ഈ മറവി. ഏയ്, അങ്ങനെയൊന്നുമില്ല മോളെ. ഇനിയിപ്പോ അവൻ എന്തു മറന്നാലും നിന്നെ മറക്കില്ല. അതുപോലെ ഞാനിന്ന് മുറിയിലേക്ക് ചെല്ലട്ടെ. സച്ചേന്റെ കുറച്ച് ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ട്. സച്ചേട്ടൻ എന്ത് ഭാവിച്ചാ? അച്ഛനോട് എന്താ പറഞ്ഞെന്ന് വല്ല ബോധമുണ്ടോ? പറ്റിപ്പോയി. ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. എന്ത് ടെൻഷനിലാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയാമോ? അച്ഛൻ എന്ത് കരുതിയിട്ടുണ്ടാവും? ഞാൻ അന്നേരം തന്നെ അച്ഛനോട് തിരുത്തി പറഞ്ഞല്ലോ. അതല്ലല്ലോ സച്ചേട്ട കാര്യം. പെട്ടെന്ന് ഇതെന്റെ ഭാര്യയല്ലെന്ന് എടുത്തടിച്ച് പറയുന്നതും തമാശയ്ക്ക് പറയുന്നതും വേറെയല്ലേ? അത് പറയാനുള്ള കാരണക്കാരിയും താൻ തന്നെയാ. ഞാനോ? അതെ, താൻ തന്നെ. അതെങ്ങനെയാ? താൻ ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിന് ഞാനല്ലല്ലോ ജോലികൾ മൊത്തം ചെയ്യുന്നത്. ജോലിക്കാരിയുണ്ട്, ഏട്ടത്തിയുണ്ട്, അനഘയും സ്നേഹയും ഒക്കെ ഇല്ലേ? താൻ വെറുതെ അവരെ സേവ് ചെയ്യാൻ വേണ്ടി ഒന്നും പറയണ്ട. ഞാൻ കാണുന്നതല്ലേ ദിവസം. അവരൊക്കെ എന്നെ സഹായിക്കുന്നുണ്ട്. ആരുമില്ല. താൻ മാത്രം ഓടി നടന്ന് അവരുടെയും കൂടെ ജോലി ചെയ്യുന്നു. എല്ലാവരും ചേർന്ന് തന്നെ ഇവിടുത്തെ വേലക്കാരിയാക്കി മാറ്റി. അത് സച്ചേട്ടന് തോന്നുന്നതാ. എനിക്കിഷ്ടമല്ല. ഒരു വേലക്കാരിയെ പോലെയല്ല താൻ ഇവിടെ കഴിയേണ്ടത്. ഏറിയാൽ എത്ര നാളെ സച്ചേട്ട? 6 മാസം. കൈവിരലിൽ എണ്ണി തീർക്കാവുന്ന ദിവസങ്ങളല്ലേ ഉള്ളൂ. അതുകൊണ്ട് അത്രയും നാളുകള് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്ക സച്ചേട്ട. എന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിട്ട് ഈ ജോലി ഒരപേക്ഷയുണ്ട് എനിക്ക്. ഇനി ഈ നാവിൽ നിന്നും അച്ഛനോട് പറഞ്ഞ പോലത്തെ വാക്കുകൾ വരരുത്.
അച്ഛനേതോ വലിയ ചിന്തയിലാണെന്ന് തോന്നുന്നു. ഓരോന്ന് ആലോചിച്ചു പോകുന്ന മോളെ. ജീവിതത്തിന്റെ ഓരോ അവസ്ഥകൾ മാറുന്നതേ. അപ്പോ സംഗതി ഇത്തിരി സീരിയസ് ആണ്. അല്ല, പെട്ടെന്ന് എന്തവസ്ഥയാ മാറിയത്? ചില നഷ്ടങ്ങളൊക്കെ ഒരിക്കലും നമുക്ക് നികത്തപ്പെടില്ല എന്ന് തോന്നില്ലേ? പക്ഷെ അതിന് ബദലായി ചിലര് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അങ്ങനെ ആരാ ഇപ്പൊ വന്നത്? അതും ഇത്രനാൾ ഇല്ലാതിരുന്നയാള്? അർച്ചന മോള് തന്നെ. അതൊരു പുതിയ കാര്യമാണോ? അവളല്ലെങ്കിൽ മറ്റൊരു പെണ്ണ് സച്ചിയുടെ ഭാര്യയായിട്ട് വരും. അച്ഛന്റെ രണ്ടാമത്തെ മരുമോളും ആവും. മരുമകള് വരുമായിരിക്കും, പക്ഷേ അതൊരു മകളാവില്ലല്ലോ. ഇപ്പോ ഒരു മകളെ കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ. എത്ര പെട്ടെന്നാ അവളെ ഈ വീടിന്റെ സ്വഭാവം മനസ്സിലാക്കിയത്, കുടുംബാംഗങ്ങളെ മനസ്സിലാക്കിയത്. എല്ലാ കാര്യങ്ങളിലും കണ്ണും കാതും മനസ്സും എത്തി അവിടെയൊക്കെ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് എത്ര മികവോടെയാ. മിടുക്കി അവള്. വളർത്തുഗുണം ആവോളമുള്ള കുട്ടിയാവള്. കേട്ടോ മോളെ, ഇന്നെന്റെ കാലിനൊരു വേദന വന്നപ്പോൾ അവളുടെ ഒരു വെപ്രാളം കാണുമായിരുന്നു. മാലതിയുടെ ഒരു മറുജന്മം പോലെയൊക്കെ എനിക്ക് തോന്നിപ്പോയി. മുമ്പൊക്കെ അവന്തികമുള്ള ഓഫീസിലേക്ക് പോകുമ്പോൾ എനിക്കൊരു ആധിയുണ്ടായിരുന്നു, ഇടയ്ക്ക് എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ അടുത്ത ആരുണ്ടെന്ന്. ഇപ്പൊ ആ ടെൻഷനേ ഇല്ല. അർച്ചനയുണ്ടല്ലോ. ആ, മോള് പോയിട്ട് വാ. ആ, പിന്നെ എത്രയും വേഗം വൈകുണ്ഠേശ്വര സ്വാമി ഒന്ന് കാണണം. സച്ചിയുടെ കല്യാണക്കാര്യം പറയാൻ കഴിഞ്ഞില്ല. അവരെ രണ്ടുപേരെയും കൊണ്ടുപോയി അനുഗ്രഹം വാങ്ങണം. ഇപ്പോ ഒരു മകളെ കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ. വളർത്തുഗുണം ആവോളമുള്ള കുട്ടിയവള്, മിടുക്കിയവള്. നമുക്ക് എല്ലാവർക്കും കൂടി പോകാം ആശ്രമത്തിലേക്ക്. മനസ്സ് വായിക്കാൻ കഴിവുള്ള ആ സിദ്ധന്റെ മുന്നിൽ ചെന്ന എങ്ങനെ പിടിച്ചു നിൽക്കും? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. താൻ പറ, ഞാൻ കേൾക്കാം. നമുക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നിച്ചു കഴിഞ്ഞാൽ മതിയാവും. നമ്മളെ ആശ്രയിച്ച് രണ്ട് കുടുംബങ്ങൾ സ്വസ്ഥതയോടെ കഴിയുന്നുണ്ട്. താനെന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് എന്റെ വീട്ടുകാരോടോ സച്ചേട്ടന്റെ വീട്ടുകാരോടോ പറയാൻ ധൈര്യമുണ്ടോ? എന്ത് പറയാൻ? ഓർക്കുന്നില്ലേ സച്ചേട്ടൻ? നമ്മള് പിരിയാൻ തീരുമാനിച്ചതാണോ? ഞാനായിട്ട് എന്റെ നാവ് കൊണ്ട് ഉച്ചരിക്കണ്ടെന്ന് കരുതി പറയാതിരുന്നത്. അവരെന്നാണെങ്കിലും ഇത് അറിയില്ലേ? അതെന്തെങ്കിലും അല്ലേ? എന്നുവെച്ചാ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ തീരുമാനങ്ങളല്ല വലുത്, നമ്മുടെ ചുറ്റും നിൽക്കുന്നവരുടെ സന്തോഷമോ. എല്ലാത്തിനുപരി അച്ഛന്റെ ആയുസ്സാണ്. അതിന് എന്ത് ചെയ്യണമെന്നാ താൻ പറയുന്നേ? നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായി തന്നെ കഴിയണം. അത് അവരെ ചീറ്റ് ചെയ്യുന്നതിന് തുല്യമല്ലേ? നമ്മളെ തന്നെ ചീറ്റ് ചെയ്യല്ലേ? അത് വെറും നാടകമായി പോവില്ലേ? ഒക്കെ ശരിയാണ്. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞ് സകലതും തകർത്തെറിഞ്ഞ് ഇറങ്ങിപ്പോവാനോ? അതൊന്നും ചിന്തിക്കാനേ ആവില്ല. അപ്പൊ പിന്നെ വേറെ വഴിയില്ല. വീട്ടിനകത്ത് ഭാര്യയും ഭർത്താവും, നമ്മുടെ മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ അന്യരായ 2 വ്യക്തികളും. അങ്ങനെ എത്ര കാലം? അതിനൊരു അവസാനം വേണ്ടേ? അതൊക്കെ വിധി തീരുമാനിച്ചിട്ടുണ്ടാവും സച്ചേട്ട. താൻ പറയുന്നത് നമ്മൾ എല്ലാവരുടെ മുമ്പിൽ നിറഞ്ഞഭിനയിക്കണം, മാതൃകാ ദമ്പതികളായി.
ദമ്പതികളായും അപരിചിതരായി അഭിനയിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് നല്ല സുഹൃത്തുക്കളായി. ഭഗവതി, ആശ്രയമറ്റവർക്ക് അവസാനത്തെ അത്താണി നീ മാത്രമേ ഉള്ളൂ. എന്റെ കണ്ണീരിനും വേദനയ്ക്കും സങ്കടങ്ങൾക്കും ഒക്കെ നീ അതിന് ഉത്തരം തരേണ്ടത്. ഒക്കെ നിന്റെ പരീക്ഷണങ്ങളായി മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. 6 മാസം വരെയെങ്കിലും സച്ചേട്ടന്റെ ഭാര്യയായും ആ വീട്ടിലെ മരുമകളായും കഴിയാൻ നീ എനിക്ക് സമ്മതം തന്നല്ലോ. അത് കഴിഞ്ഞ അറിയില്ല എന്റെ ഭഗവതി, ഞാൻ എന്ത് ചെയ്യുമെന്ന്, എങ്ങോട്ട് പോവുമെന്ന്. എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ കൂടെ ഉണ്ടാവണേ. ഇന്നെന്താ ഏട്ടത്തിക്ക് വലിയ തിരക്കുകളൊന്നും ഇല്ലാത്ത പോലെ? അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുന്നതാണല്ലോ. ഒരു തലവേദന, അതാ. ഈ കോഫി കുടിക്കുക, എത്ര വലിയ തലവേദനയും മാറും. കൊള്ളാം, താങ്ക്സ് അർച്ചന. എന്റെ പൊന്നേട്ടത്തി, ഞാനൊരു കണക്കുകൊണ്ട് കുഴഞ്ഞിരിക്കോ. ഇതൊന്ന് സോൾവ് ചെയ്യാൻ സഹായിക്കോ? സ്നേഹ, ഞാൻ ആകെ ടയർഡാ. എത്ര നാളായി ഞാൻ നിന്നോട് ട്യൂഷന് പോകാൻ പറയുന്നു. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഹോം ട്യൂട്ടർ ഏർപ്പാടാക്കി തരാന്ന് പറഞ്ഞു. നീ ഇതിനൊന്നും തയ്യാറല്ല. ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ. അതിന് ഇവള് പഠിക്കാൻ വേണ്ടിയൊന്നും അല്ലല്ലോ പോകുന്നത്. എല്ലാരും പോകുന്നു, അവളും പോകുന്നു, അത്ര തന്നെ. നിനക്കും ഇവക്കെന്തെങ്കിലും പറഞ്ഞു കൊടുക്കാലോ. എനിക്ക് ആരും ഒന്നും പറഞ്ഞു തരണ്ട, ഞാൻ എങ്ങനെയൊക്കെ പഠിച്ചോളാം. പിന്നെ എന്തിനിങ്ങനെ ആൾക്കാരുടെ പുറകെ നടക്കുന്നേ? പഠിച്ചൂടെ? സ്നേഹ, ഇങ്ങ് തന്നെ, ഞാൻ നോക്കട്ടെ. ഇവിടെ MSc മാത്സുകാർക്ക് മനസ്സിലാവാത്ത കണക്കാ സ്കൂളിൽ പോവാത്ത ഏട്ടത്തി നോക്കുന്നത്. ആ ചോദ്യമെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് വായിക്കാൻ അറിയോ? ഭാവം കണ്ട ഇപ്പൊ തന്നെ നിനക്ക് പഠിപ്പിച്ചു തരുമെന്നാണല്ലോ. അർച്ചന, നീ പോയി നിന്റെ കാര്യം നോക്ക്. വെറുതെ സമയം കളയണ്ട. ഞാൻ ഉടനെ തന്നെ ഒരു ട്യൂട്ടറെ ഏർപ്പാടാക്കാം. സാരിലെടുത്തി എനിക്ക് പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. സ്നേഹം വന്നേ. എന്റെ ഏട്ടത്തി, ഏട്ടത്തിയെ കൊണ്ടത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് കടുകട്ടിയാ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാലോ. 0.2 കാതോ? ഇത് 0.2 raised to 4 എക്സ്പോണൻഷ്യൽ അല്ലേ? 2.4 എന്ന് പറയുമ്പോൾ 2നെ 4 വട്ടം ഗുണിക്കണം. 16 ഭാഗം 10.4 എന്ന് പറയുമ്പോൾ 10 ഗുണം 10 ഗുണം 10 ഗുണം 10. 10 ഗുണം 10 ഗുണം 10 ഗുണം 10. 2 ഭാഗം 10.4 ഗുണം 27 ഭാഗം 100. എന്നുവെച്ചാ 16. ഇത്ര പെട്ടെന്ന് കിട്ടിയോ? ഏട്ടത്തി കൊള്ളാലോ. ദേ ഏട്ടത്തി നോക്കിയേ, അർച്ചന എടുത്തൊരു സംഭവം തന്നെ. എത്ര പെട്ടെന്ന് ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചത്. ഏട്ടത്തി, ട്യൂട്ടറിനുള്ള ഫീസേ അർച്ചനടുത്തേക്ക് കൊടുത്താൽ മതി.
നീ എങ്ങനെ ഇത് കണ്ടുപിടിച്ചത്? ആതിരയും കണക്കാ പഠിക്കുന്നേ. വല്ലപ്പോഴും അവളുടെ കൂടെ ഞാനും ഇരിക്കാറുണ്ട്. ആഹാ. കണക്ക് എനിക്ക് അത്ര ഇഷ്ടാ. ഓ, ആ ഞാൻ സച്ചിയോട് പറയാം. ഓ അച്ഛ, അച്ഛനടുത്ത് ഒരു റോബോട്ടാ കേട്ടോ, കണക്കിൽ കിടിലോ. ആ, അത് നിങ്ങൾക്കറിയില്ലായിരുന്നോ? ദയാനന്ദ മാഷ് പറഞ്ഞിരുന്നു അർച്ചന കണക്കിൽ പ്രത്യേക കഴിവുള്ള കുട്ടിയാണെന്ന്, അതും മനക്കണക്കില്. ഇന്ന് വരെ ഇവിടെ തോപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെന്ന്. ആണോ? എന്നാലേ എന്ത് കണക്ക് തന്നാലും വിതിൻ നോ ടൈമിൽ പറയാൻ പറ്റുമോ? ശ്രമിക്കാം. ചോദിച്ചു. എന്നാ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കാം. വാ ഇരിക്ക. അർച്ചനേട്ടത്ത് റെഡിയാണല്ലോ, തുടങ്ങാം. ആ 999 into 670. ഓ സോറി, ഇംഗ്ലീഷ് അറിയില്ലല്ലേ? സാരല്ല. 999 ഗുണം 670 ഗുണം 12 കുറയ്ക്കണം 889 അധികം 940. 80,32,11. കറക്റ്റ് ആണല്ലോ. ഓ ആ എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഞാൻ ഗ്ലാസ് ഒന്ന് എടുത്തോട്ടെ. ആ എടുത്തോ. അമ്പിളി നിക്ക്, ഇത് കേട്ടോ. 6632 മൈനസ് 125 മൈനസ് 578 പ്ലസ് 8896 ഇൻറ്റു 7789 എത്രയാ? 6,92,96,873. ആൻസർ കറക്റ്റാ. വെൽ ഡൺ മോളെ. ഇത് അതിശയം തന്നെ. കമ്പ്യൂട്ടർ തോറ്റുപോവല്ലോ. പൊതുവെ കണക്കറിയുന്ന ഒരു ബുദ്ധിയുള്ളവരാണെന്നാ. ഓ, ഇത് അതിബുദ്ധിശാലിയാണെന്നാ തോന്നുന്നത്. അവള് മറ്റെന്തോ അർത്ഥം വെച്ച് പറഞ്ഞ പോലെ ഉണ്ടല്ലോ. കമ്പനിയുടെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? നോ എക്സ്ക്യൂസസ്, വിത്തിൻ നോ ടൈം. എത്രയും പെട്ടെന്ന് എന്റെ മേശപ്പുറത്ത് അത് എത്തിയിരിക്കണം. ഒരെണ്ണത്തിന് ഉത്തരവാദിത്വം ഇല്ല. ചേച്ചിക്കിത് എന്തു പറ്റി? ആകെ ദേഷ്യത്തിലാണല്ലോ. വീട്ടിലുള്ളതിനെ കൊണ്ടോ കമ്പനിയിലുള്ളതിനെ കൊണ്ടോ എനിക്കൊരു പ്രയോജനം ഇല്ലല്ലോ. അല്ലെങ്കിലും ചേച്ചിക്ക് പ്രയോജനമൊന്നും കാണാൻ വഴിയില്ല. കഴുതയെ പോലെ പണിയെടുക്കുന്നത് മിച്ചം. നീ എന്താ മുള്ളുമുനയും വെച്ച് സംസാരിക്കുന്നെ? തെളിച്ചു പറ. ചേച്ചി ഇപ്പോ ഭൂതം നിധി കാക്കുന്ന പോലെ നെല്ലിശ്ശേരിയിലെ കമ്പനികളും ആസ്തികളും ഒക്കെ സൂക്ഷിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എത്ര കാലം ഉണ്ടാവുന്ന ചേച്ചി കരുതുന്നേ? നിനക്കങ്ങനെ തോന്നാൻ കാരണം? അർച്ചനയ്ക്ക് ഒരു കുഞ്ഞു പിറന്ന പിന്നെ ചേച്ചിയും ഞാനും ഒക്കെ പടിക്ക് പുറത്താ. പിന്നെ ആ കുഞ്ഞായിരിക്കും ഇവിടുത്തെ റാണിയോ രാജാവോ ഒക്കെ. ചേച്ചി കെട്ടിപ്പൊക്കിയതും വെട്ടിപ്പിടിച്ചതും ഒക്കെ അവളുടെ മക്കളുടെ കയ്യിലിരിക്കും. ചേച്ചിക്ക് വേലക്കാരുടെ വില പോലും ഉണ്ടാവില്ല. അത് നിന്റെ തോന്നലാ. ഇത് അവന്തികയാ. ഒന്നും കാണാതെ അവന്തിക ഇറങ്ങി പുറപ്പെടില്ലെന്നറിയാലോ.